മഴക്കാലമാകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മളുടെ വാട്ടർ ടാങ്കും അതുപോലെ തന്നെ നമ്മളുടെ കിണറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളുടെ കളയുന്ന ചിരട്ടയുണ്ടെങ്കിൽ പല സൂത്രങ്ങളുണ്ട് കേട്ടോ. ഇതിനുള്ള മുമ്പുള്ള 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കാണിക്കാത്ത നല്ല കിടിലൻ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് പരിപ്പ് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വയറിലുള്ള ഗ്യാസ് വരിക, ദഹന പ്രശ്നങ്ങൾ, നമുക്ക് പിന്നീട് വേറൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ ആ ഒരു പരിപ്പിലുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ലേ അത് മാറിക്കിട്ടാൻ നല്ലതാണ്. അതുപോലെ വളരെ അധികം ഗ്യാസ്, വയറിന് ബുദ്ധിമുട്ടുകൾ പരിപ്പ് കഴിക്കുമ്പോൾ ഉള്ളവരാണെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി മിക്സ് ചെയ്യുക കേട്ടോ. അധികമൊന്നും ബുദ്ധിമുട്ടില്ല. ഗ്യാസിൻ്റെ ഒരു ചെറിയ പ്രോബ്ലമാണ്. ഇപ്പോൾ പരിപ്പോടെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും പരിപ്പ് കറി വെക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു കായപ്പൊടി നമ്മൾ പിന്നീട് കഴുകി എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഗുണം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പലവർക്കും പരിപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല എന്ന് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു സൂത്രം ചെയ്തിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും പരിപ്പ് കഴിച്ചോളൂ, യാതൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഇത് കഴുകി കളഞ്ഞില്ലെങ്കിൽ ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സാമ്പാറിനൊക്കെ ആണെങ്കിൽ ഇതിട്ട് വെച്ചിട്ട് നമുക്ക് വേവിക്കാവുന്നതാണ്. കഴുകി നല്ലതുപോലെ അതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് പൂർണ്ണമായിട്ട് മാറുന്നത്. വയറിനുള്ള യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല നമുക്ക് പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിപ്പം ഈ ഒരു പരിപ്പിന് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം വൺപയർ, ചെറുപയറൊക്കെ, ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പൊടിച്ചു നോക്കണം കേട്ടോ. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും കഴിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മുളക് പൊടിയിൽ കൊഴുപ്പ് കിട്ടാനും അതുപോലെ തന്നെ കളറ് കിട്ടാനൊക്കെ പല സാധനങ്ങളും ചേർക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഒരു പ്രാവശ്യം പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പൊടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്ത് ഇതുപോലൊരു കോട്ടൺ തുണിയിൽ നല്ലതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിക്കളയുക. ഇല്ലെങ്കിൽ ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒരു വെയിൽ കൊണ്ടാൽ തന്നെ നമ്മൾ മുളക് നല്ലതുപോലെ തന്നെ ഉണങ്ങിക്കിട്ടും. മുളക് എന്നല്ല, മല്ലിയാണെങ്കിലും എല്ലാം നമുക്ക് ഉണങ്ങിക്കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്നും പറ്റാത്തവർ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് നമുക്ക് ഇതൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടും. മഴക്കാലത്ത് നമുക്ക് എയർ ഫ്രയർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ കൈമ റൈസോ ഏതെങ്കിലും ബിരിയാണി റൈസ് നമുക്ക് എടുക്കാം. ബാസ്മതി റൈസോ ഏതാണെങ്കിലും ഒരു വലിയ എന്താ പറയുക, കയ്യിൽ, സ്പൂണല്ല കയ്യിലാണ്, വലിയ കയ്യിലെടുക്കുക. പിന്നെ ഒരു പിടി നമ്മളുടെ കറിവേപ്പില കൂടി വറുത്ത് പൊടിച്ച് നിങ്ങൾ ഈ ഒരു മുളക് പൊടിയിൽ ചേർത്ത് നോക്കണം കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. അത്ര കിടിലനായിട്ടുള്ള ഒരു മുളക് പൊടിയാണ്. മീൻ കറിയിലും ഏതൊരു കറിയിലിട്ടാലും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പെരിഞ്ജീരകത്തിലേക്ക് നമ്മൾ നല്ല ജീരകം 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം, പെരിഞ്ജീരകം, നല്ല ജീരകവും അറിയാൻ പറ്റുമായിരിക്കും. ചെറിയ ജീരകം, വലിയ ജീരകം എന്നൊക്കെ ചില സ്ഥലങ്ങൾ പറയും. വലിയ ജീരകം 1.25 ടീസ്പൂണും ചെറിയ ജീരകം 3/4 ടീസ്പൂണും എടുക്കുക. അതിലേക്ക് അയമോദകം വേണം. അയമോദകം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വറുത്ത് പൊടിച്ചെടുത്ത് വെക്കുക കേട്ടോ. നമുക്കെന്നല്ല, കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വയറിനൊക്കെ വളരെ നല്ലതാണ്. കറിവേപ്പില ഒരു നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ചെടുത്ത് വയ്ക്കാം. ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇവയ്ക്കെല്ലാം ഈ ഒരു പൊടി നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും ഇപ്പോൾ വയറിന് വല്ല അസ്വസ്ഥത ബുദ്ധിമുട്ടുകൾ പോലെ ഇപ്പോൾ ചില ഫുഡുകളൊക്കെ കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ വയറിന്, അല്ലെങ്കിൽ വയറ് ശരിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു നുള്ളിട്ട് നീര് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി കൊടുക്കരുത്, അതിൻ്റെ ആ ഒരു അനുസരിച്ച് ക്വാണ്ടിറ്റി കുറക്കുക. മുതിർന്നവരാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിക്കാവുന്നതാണ്. ഈ ഒരു പൊടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച് നോക്കട്ടോ, വളരെ എഫക്റ്റീവാണ്, വളരെ നല്ലതാണ് കേട്ടോ.
യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇനി ചിരട്ടകൾ കൊണ്ട് നമുക്ക് കുറച്ചധികം ടിപ്സുകൾ കണ്ടാലോ. ചിരട്ട ഇതുപോലെ നമ്മൾ അരിപ്പൊടിയിലൊക്കെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട കൂടാതെ ഇരിക്കുവാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ചിരട്ടയുടെ ഈ ഒരു കഷ്ണം കൊണ്ട് നമുക്ക് ബീഫൊക്കെ വേവിക്കുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേകാനായിട്ട് നല്ലതാണ്. പെട്ടെന്ന് ഏതൊരു സാധനവും വെന്ത് കിട്ടാനായിട്ട് ഈ ഒരു ചിരട്ട കഷ്ണം ഇട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാരയിൽ ഈ ഒരു ചിരട്ട കഷ്ണം ഇട്ടാൽ ഇതുപോലെ കട്ട പിടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പഞ്ചസാര നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ട പിടിച്ചോ. ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പം പെട്ടെന്ന് കട്ട പിടിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കട്ട പിടിക്കാതിരിക്കുവാനായിട്ട് ഈ ഒരു ചെറിയ കഷ്ണം നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി 2 ചിരട്ട എടുക്കുന്നുണ്ട്, അതൊന്ന് കത്തിച്ചെടുക്കുക. ഏതെങ്കിലും രീതിയിലാട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മണ്ണെണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല, ഒന്നും പേപ്പർ പോലും കത്തിക്കാതെ തന്നെ ഈ ഒരു ചിരട്ട കത്തിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് വന്നാലും ഗ്യാസിൽ ഇതുപോലെ, അത് കുട്ടികളൊന്നും ചെയ്യരുത്, മുതിർന്നവർ സേഫായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചട്ടി നല്ലതുപോലെ മയങ്ങിക്കിട്ടാൻ ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതാണ്. പൊട്ടച്ചട്ടിയാണെങ്കിൽ അത് പൊട്ടിപ്പോവുക തന്നെ ചെയ്യും കേട്ടോ. ഈ ഒരു ചിരട്ട ഇതുപോലെ കത്തിക്കുമ്പോൾ പൊട്ടച്ചട്ടി ഇപ്പം അതിൻ്റെ ആ ഒരു ഇത് ശരിയല്ലെങ്കിൽ ആ ചട്ടി പൊട്ടിപ്പോകുന്നതാണ്. അല്ല നല്ല ചട്ടിയാണെങ്കിൽ അത് ഇതുപോലെ നമുക്ക് മയങ്ങി കിട്ടാനും നല്ലതാണ്. ഈ ഒരു ചിരട്ട കത്തിച്ചത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് നല്ല മൂർച്ച വയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് എന്താണ് പറയുക, നല്ല മൂർച്ച കിട്ടാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചിരട്ടയുടെ പൊടി ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ കെട്ടിയതിന് ശേഷം നമ്മളുടെ വാട്ടർ ടാങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ കിഴി കെട്ടിയിട്ട് നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഇത് മാറ്റി കൊടുക്കണം. അത് ഇട്ടിട്ട് കാലാകാലങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു കിഴി മാറ്റി കൊടുക്കണം. കുറച്ചധികം ചിരട്ട കത്തിച്ച് ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ടാങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ മഞ്ഞക്കറ, ഇപ്പം ബോർവെല്ലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആ ഒരു മഞ്ഞക്കറ മാറിക്കിട്ടാനായിട്ട്. ഇപ്പം താഴെ വന്ന് കിടക്കുന്നത് ആ ഒരു മഞ്ഞക്കറയാണ്. പക്ഷേ നമ്മളുടെ താഴോട്ട് നമ്മളുടെ പൈപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് പ്യൂരിഫൈ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ടാങ്ക് കഴുകേണ്ട യാതൊരു കാര്യവും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് കഴുകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴുവഴുപ്പ് പിടിക്കുക, അതുപോലെ തന്നെ കറ പിടിക്കുക, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അളവായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു തീപ്പെട്ടിയുടെ ഒരു പെട്ടിയാണ് കേട്ടോ. നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ കൂടുതലൊന്നും ഈ ഒരു ബ്ലീച്ചിങ് പൗഡറൊന്നും ഒരു കാര്യത്തിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഇപ്പം നമ്മൾ കിണറ്റിലാണെങ്കിലും ടാങ്കിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവും, അതുപോലെ ഹെയർ ലോസ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ വളരെ ഉപദ്രവകരമാണ്. പക്ഷേ അതിൻ്റെ ഒരു അളവിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടാങ്ക് കഴുകുമ്പോൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് നല്ലതുപോലെ തേച്ച് കഴുകി തുടച്ച് കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴുവഴുപ്പ് പിടിക്കുക, മഞ്ഞക്കറ പിടിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ടാങ്കിൽ വരേയില്ല കേട്ടോ. എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇതുപോലെ നമ്മൾ ടാങ്ക് കഴുകുന്ന സമയത്ത് ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വഴുവഴുപ്പും കറ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം അല്ലേ. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ക്ലീനായിട്ട് ടാങ്ക് എപ്പോഴും ഇരിക്കുക. ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പം ചെറിയ ജീവികളൊക്കെ വെള്ളത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴുവഴുപ്പും കറകളൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ ടാങ്ക് കഴുകുന്ന സമയത്ത്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഈ ഒരു അളവിനെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അളവ് കറക്റ്റായിട്ട് എടുക്കാവുള്ളൂ. എത്ര വലിയ കിണറാണെങ്കിലും നമുക്ക് ഈ ഒരു അളവ് മാത്രം മതി. അതും നമ്മൾ ഒരു മാസത്തിലൊരിക്കലും, മഴക്കാലം വന്നതിന് മാസത്തിലൊരിക്കൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിണറ്റിൽ നമ്മൾ എപ്പോഴും നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ. ടാങ്ക് പോലെയല്ല കിണർ, നമ്മൾ ആളെ വിളിച്ചൊക്കെ വേണം നമ്മൾ ക്ലീൻ ചെയ്യിക്കാനായിട്ട്. അതുപോലെ ഈ ഒരു പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലൊന്നും ആക്കാതെ തന്നെ, എന്ന് വെച്ചാൽ കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള അളവ് എടുക്കണം. എന്നിട്ട് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുത്ത് ഒരു 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ.
ഈ ഒരു പ്രോസസ്സൊക്കെ നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് നമ്മളെ സ്കിന്നിലോ അല്ലെങ്കിൽ നമ്മളുടെ ഹെയറിനോ ഒക്കെ നമ്മളതുപോലെ ഉള്ളിലേക്ക് ചെന്നാലും നമുക്ക് സൈഡ് എഫക്റ്റ് വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മളുടെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഇത് ഫലവത്താവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് ദോഷമേ വരുള്ളൂ. നമ്മളൊരു ബ്ലീച്ചിങ് പൗഡർ മേടിച്ചിട്ട് ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് ഊറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു അടിഭാഗം കണ്ടില്ലേ, ഇതുപോലെ മാറ്റിയെടുക്കണം. വെള്ളം വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ എടുത്തതിന് ശേഷം മാത്രം കിണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കിണറ്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാലും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് മഴക്കാലങ്ങൾ ഉണ്ടാകുന്ന വെള്ളത്തിൽ ഉണ്ടാകുന്ന അണുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ ഇതൊരു മാസത്തിലൊരിക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരില്ല. ഇതുപോലെ നല്ലതുപോലെ അടിച്ചടിച്ചടിച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നല്ല ക്ലീനായിട്ട് കണ്ണീര് പോലത്തെ വെള്ളം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടുന്നതാണ് കേട്ടോ. മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് വെള്ളത്തിൽ നിന്നും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.